കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നിഷ്പക്ഷ ജിഹാദിയാണ് അനിൽ മുഹമ്മദ്. അതിനെപ്പറ്റി പല ആവർത്തി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഇന്ന് വരെ ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. കാരണം അതിനൊന്നും മറുപടി കൊടുക്കേണ്ട സാധനം ഈ നിഷ്പക്ഷ ജിഹാദിയായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പം അതിൻ്റെ അകത്ത് ഡോക്ടർ അനിൽ മുഹമ്മദ്, അദ്ദേഹം കേരള മെറ്റൽസ് ആൻഡ് മിനറൽസിലെ PRO ആണ്. അപ്പം അദ്ദേഹത്തെ കേരള ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്തു. അതായത് പരാതി പോയി. പല ആൾക്കാരെ അയാൾക്കെതിരെ വീഡിയോ ചെയ്തു. അപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞപ്പം അദ്ദേഹം, അതായത് മഹാനായ നിഷ്പക്ഷ ജിഹാദി, അയാളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഞാനിത് കണ്ടു. അയാൾ പറയുന്നത് അദ്ദേഹം സോഷ്യൽ ഡബ്ല്യൂവിൽ MSW PhD എടുത്തതാണ്. അപ്പം ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതിനകത്തൊന്നും അദ്ദേഹം ജിഹാദുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞില്ല. ക്രൈസ്തവ മതങ്ങൾ ഭയങ്കര പ്രേമവും സ്നേഹവുമാണ്. അദ്ദേഹത്തെ പഠിപ്പിച്ചത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള അധ്യാപകരുണ്ട്, അത് പഠിച്ച കോളേജും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ. അതേപോലെ തന്നെ അദ്ദേഹം ഒരു മഹത്തായ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആമുഖം എഴുതിയേക്കുന്ന ഡോക്ടർ ബാബു പോളാണ്. പിന്നെ ഡോക്ടർ DGP ആയിരുന്നു അലക്സാണ്ടർ സാർ. ഇവിടെ വെച്ച് അനിൽ മുഹമ്മദ് ഒരു ചിരിക്ക് ഞാൻ അതേപോലേക്ക് ചിരിക്കാൻ വയ്യ. കാരണം നമ്മൾ പറയത്തില്ല ഒരു ഉണ്ടാക്കിയ ചിരിയെന്ന്. അനിൽ മുഹമ്മദ് തൻ്റെ ഫേഷ്യലും എക്സ്പ്രഷനും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം താനൊരു പക്കാ ജിഹാദിയാണെന്നറിയാം. ഹമാസിന്റെ കേരളത്തിന്റെ ഐഡിയോളാന്നറിയാം. താൻ ഈ വിക്ടിമായിട്ട് കരയാൻ ശ്രമിക്കൊന്നും വേണ്ട. താങ്കളുടെ വീഡിയോ കണ്ടാൽ അറിയാം താങ്കളുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. എന്തുകൊണ്ടാണ് നിഷ്പക്ഷ ജിഹാദി തന്നെ വിളിച്ചതെന്നറിയോ? ഈ ജിഹാദ് ശരിയല്ല, ഈ ജിഹാദ് ശരിയാണ്, ഈ ജിഹാദ് തെറ്റാണ്, ഈ ജിഹാദ് ശരിയാണ്. അതുകൊണ്ടാണ് തന്നെ നിഷ്പക്ഷ ജിഹാദി എന്ന് വിളിച്ച്. ആ പേര് നല്ലപോലെ തന്നെ സൂട്ട് ചെയ്യും. പിന്നെ താങ്കളെ കേരളത്തിലെ ക്രൈസ്തവ പള്ളികളിൽ ക്രിസ്തുമസിന് സന്ദേശം കൊടുക്കാൻ വിളിച്ചു എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും ആ വിളിച്ച അച്ഛന്മാരെയൊക്കെ മടല് വെട്ടി അടിക്കണം, നിന്നെ വിളിച്ചവരെ. നിന്റെ ഉള്ളിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് റോക്കറ്റ് സയൻസ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ പറ്റും. അനിൽ മുഹമ്മദ് എന്നെ പറ്റി 3-4 വീഡിയോ ചെയ്തു. ഞാനത് കണ്ടു. ഞാനത് റിപ്ലൈ ചെയ്തില്ലല്ലോ. കാരണം നിന്നെ ഞാൻ അതേപോലെ കാണുന്നുള്ളൂ, ഒരു യൂസ്ലെസ്. ഈ പറയുന്നവർക്ക് വേണ്ടി, ഈ ജിഹാദിൻ്റെയും ഹമാസിൻ്റെ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുവാണ്, അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി താൻ ചെയ്യുന്ന ഈ സോഷ്യൽ ലൈഫ് സംഭവിച്ചു തന്നിരിക്കുന്നു. അതും ഞങ്ങളുടെയൊക്കെ ടാക്സിയിൽ നിന്ന് പണം എടുത്തിട്ട് ഗവൺമെന്റ് ജോലി ചെയ്തുകൊണ്ട് ഈ സോഷ്യൽ ലൈഫ് ജിഹാദിന് വേണ്ടി, നിന്റെ ഉളുപ്പ് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തൊരു ഉളുപ്പാത്! നിന്റെ വീഡിയോ കണ്ടവർക്കറിയാം നിന്റെ ഉള്ളിലിരിപ്പ് എന്താണ്. സിമ്പിളാ. നിനക്ക് മതഭ്രാന്തി കയറി തലയ്ക്ക് ഭ്രാന്തി പിടിച്ചവനാ നീ. അതുകൊണ്ടാണ് നീ ജിഹാദുമായിട്ട് കിടക്കുന്നത്. നീ പക്കാ ജിഹാദിയ. എന്താ സംശയം? നിനക്ക് ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ഉപദേശം ഡോക്ടർ അനിൽ മുഹമ്മദിനോട്, എൻ്റെ ഒരു കറക്റ്റ് ഉപദേശം താങ്കൾക്ക് തരികയാണ്. താങ്കൾ ജോലി രാജിവെക്ക്. ഫുൾ ടൈം ഈ യൂട്യൂബിലോട്ട് വന്നിട്ട് ഇതേപോലെയുള്ള സോഷ്യൽ വർക്കും ജിഹാദിലോട്ടും ഏർപ്പെടുക. ഇന്ത്യയിൽ താങ്കൾക്ക് ഇത് പറ്റിയ സ്ഥലമല്ല. നേരെ ഗാസയ്ക്ക് പിടിച്ചോ, അല്ലെങ്കിൽ താലിബാനിൽ പോയിക്കോ. ഇവിടെ യാതൊരു പ്രശ്നവുമില്ല, സസ്പെൻഷനും ഇല്ല, ഒന്നുമില്ല, ഇഷ്ടംപോലെ ചെയ്യാം. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് അതായത് ഗവൺമെന്റിന്റെ സാലറിയും മേടിച്ചിട്ട് അവിടെയും ജോലി ചെയ്യാതെ താങ്കൾ സോഷ്യൽ വർക്ക് നടത്തുന്നു. താങ്കൾ ആരുടെ ഇതങ്ങ് കുറച്ചാളിങ്ങനെ പോകും. ഈ പറഞ്ഞ് മുസ്ലിം പ്രീണനമായിട്ട് ചില ആൾക്കാരൊക്കെ പ്രീണിപ്പിച്ച് ഈ സർവീസ് അങ്ങ് പോകുമെന്ന് ധരിച്ചു. ഇനി താങ്കൾക്ക് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയൊക്കെ അറിയാമല്ലോ. ഒരു സാലറി താങ്കൾ ഗവൺമെന്റിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുന്നുണ്ട്. യൂട്യൂബിന്റെ റവന്യൂ ഉണ്ട്. അടുത്ത കേസ് വരും, അടുത്ത കേസുണ്ട്. അതായത് അതിന് ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. റിസൈൻ ചെയ്യുക, ഫുൾ ടൈം ഇതിൻ്റെ കൂടെ അങ്ങ് നിൽക്കുക.
ഈ ജിഹാദി വർക്ക് തുടങ്ങുക. ഒരു കാര്യം ഞാൻ താങ്കൾക്ക് ഉറപ്പ് തരാം, ഇനി മുതൽ താങ്കളെ കേരളത്തെ ഒറ്റ ക്രൈസ്തവ പള്ളികളും താങ്കൾ ഒരു ഉപദേശത്തിലും ഒരു ക്രിസ്തവ സന്ദേശത്തിനും താങ്കളെ വിളിക്കില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരാം. അത്ര താങ്കൾ മെനക്കെടണം, അത്ര പാടുപെടണം. ഇനി വിളിച്ച അച്ഛന്മാരാരാന്ന് അറിയുവാണെങ്കിൽ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും അറിയാം. കാരണം അവർക്കും അബദ്ധം പറ്റി. പക്ക ജിഹാദി, പക്ക സൂടാപ്പി, നീ സോഷ്യൽ വർക്ക് ചെയ്യുന്നു. നീ എന്തോ സോഷ്യൽ വർക്ക് ചെയ്യുന്നേ? നിനക്കെന്ത് ജേർണലിസം അറിയേ? ഈ ജനക്കറിയാവുന്ന ജേർണലിസം എന്ന് പറയുന്നത് ജിഹാദി അല്ല. നിനക്കെന്ത് കുന്തോ അറിയേ? ഈ ഓ അബ്ദുള്ളയുടെ അനിയനായിട്ട് വരും. നീ ഓ അബ്ദുള്ളയെക്കാളും കഷ്ടമായിട്ട് വരേണ്ട ഒരു സാധനമാണ് നീ. ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തായോണ്ട് നീ ജീവിച്ചു പോകുന്നു. നീ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട്, അതായത് ഗൾഫ് കൺട്രീസിൽ എസ്പെഷ്യലി UAE പോയിട്ട് ഇതേപോലെ ജിഹാദിന് അനുകൂലമായിട്ട്, ഈ പറയുന്ന ഹമാസിന് അനുകൂലമായിട്ട് നിനക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ? ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ? എന്താ ചോദ്യമോ? അത് നിന്നെ പിടിച്ചാകത്തത്. അതോടെ നിന്റെ പബ്ലിക് സർവീസും പബ്ലിക് ലൈഫും ഈ ലൈഫെല്ലാം അങ്ങ് പോയി. വേൾഡ് ഈസ് വാച്ചിങ്. ലോകം മുഴുവനും ഈ പറയുന്ന ജിഹാദികളെ, ഇസ്ലാമിക തീവ്രവാദികളെ നോക്കിയിരിക്കുകയാണ്. കാരണം എപ്പോഴാ അലി മുഹമ്മദ് ബോംബാവെന്ന് ആർക്കറിയാൻ പറ്റും? കാരണം ഞാൻ ആ സുഡാൻ്റെ യഥാർത്ഥ സ്റ്റോറി അതിനെപ്പറ്റി താങ്കൾ വിവരണമായിട്ട് വന്നു. ഹമാസിന് വേണ്ടി, ഹിസ്ബുള്ളയ്ക്കും വേണ്ടി വിവരണമായിട്ട് വന്നു. കേരളത്തിലെ ക്രൈസ്തവരെ പഠിപ്പിക്കാൻ ഒരു വൃത്തികെട്ട ജിഹാദിയായ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നീ ആലോചിച്ചിട്ടുണ്ടോ? ഏറ്റവും താഴ്ന്ന വൃത്തികെട്ട ജിഹാദിയായ നിനക്ക് കേരളത്തിലെ ക്രൈസ്തവരെ എന്ത് പഠിപ്പിക്കാൻ പറ്റും? നീയാണോ കേരളത്തിലെ ക്രൈസ്തവരെ പഠിപ്പിക്കുന്നത്? അതിൽ നീ കോളേജിൽ പോയ സമയത്ത് നിന്നെ പഠിപ്പിച്ച ക്രിസ്ത്യൻ ടീച്ചേഴ്സ് ആയിരുന്നുവെങ്കിൽ അവൻ ആ ഒരു ഐഡിയോളജി, അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ എത്തിക്സിൻ്റെ പാർട്ട്, അവൻ മുസ്ലിമാന്ന് പറഞ്ഞ് അവനെ പഠിപ്പിക്കാതിരിക്കുന്നില്ല. അവരെല്ലാവരെയും പഠിപ്പിക്കും. അത് ക്രിസ്ത്യൻ മിഷന്റെ ഭാഗമാണ്. അത് ഒരു ഇൻഡിവിജ്വൽസും എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ഒരാളെയും മാറ്റിയിരുത്ത് എല്ലാവരെയും പഠിപ്പിക്കും. അത് പിന്നെ ആ ഒരു സമയത്ത് ഈ താങ്കളുടെ കമ്മ്യൂണിറ്റിയിലുള്ള അധ്യാപകർ വളരെ കുറവാണ്. കാരണം ക്രിസ്ത്യൻസ് ആണ് എഡ്യൂക്കേറ്റഡ് ആയിട്ട്, പിന്നെ ഹിന്ദുസും ഉണ്ട്. അതുകൊണ്ടാണ് അധ്യാപകർ അധികം ക്രിസ്ത്യൻസായി വന്നത്. ഇതാണ് അതിൻ്റെ കാര്യം. അല്ലാതെ ഈ പഠിപ്പിച്ച അധ്യാപകർ തൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ നിന്നെ അങ്ങ് മാറ്റി വെറുതെ മാറിപ്പോടാന്ന് പറയും. അത്രയേ ഉള്ളൂ നീ. അതായത് അൽ ജസീറയുടെ കൊല്ലം വാർഡ് ലേഖകനായ അനിൽ മുഹമ്മദ്, നിനക്ക് സസ്പെൻഷൻ കിട്ടിയപ്പോൾ വിക്ടിമാകാതെ കരയാതെ അതേപോലെ ഉറച്ചു നിൽക്കുക. അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് പൂർണ്ണമായിട്ടും ഓരോ ദിവസം 25 വീഡിയോ വെച്ചൊക്കെ ചെയ്യുക. എവിടെയൊക്കെ സംഭവം നടക്കുന്നു? ബലൂചിസ്ഥാനിലെ ബോംബിനെ പറ്റി, BLA-കാരെ പറ്റി അനുകൂലിച്ചു, അതിനെ എതിർത്ത് പാകിസ്ഥാൻ അനുകൂലമായിട്ട് വീഡിയോ ചെയ്യുക, കാശ്മീർ ഭീകരന്മാർക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യുക, ഇന്ത്യയിലെ തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യുക. നീ അത് തുടർന്നുകൊണ്ടിരിക്കുക. അതാണ് ഇതിൻ്റെ രസമെന്ന് പറയുന്നത്. അല്ല ഞങ്ങളുടെയൊക്കെ ടാക്സും പണവും മേടിച്ചിട്ട് കേരള ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് നീ അങ്ങനെ സോഷ്യൽ വർക്ക് ചെയ്യണ്ട. ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യുക. വലിയ മാന്യത. നിനക്കെന്ത് മാന്യതയാണോ ഉള്ളത്? എന്ത് മാന്യതയുണ്ട്? സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്നു, എന്നിട്ട് ജിഹാദ് പറയുന്നു. നിന്റെ മാന്യത എന്ത് മാന്യത നിനക്കുള്ളത്? നിനക്ക് 1% മാന്യതയുണ്ട്. നിനക്ക് മാന്യത ഉണ്ടായിരുന്നെങ്കിൽ ആ റിസൈൻ ചെയ്തിട്ട് ചെയ്തേനെ, അല്ലെങ്കിൽ ചെയ്യത്തില്ല. പക്ക ജിഹാദിയാ നീ, പക്ക 100% നീ ജിഹാദിയാണ്. നീ ഓ അബ്ദുള്ളയുടെ അനിയനായിട്ട് വരും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, 1 രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ. ജനങ്ങളുടെ കയ്യിൽ നിന്നാണ്
ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.